കളമശ്ശേരി ചാക്കോളാസ് പവലിയനിൽ നടക്കുന്ന കാർഷികോത്സവം നാളെ അവസാനിക്കാനിരിക്കെ ഭക്ഷണ സ്റ്റാളുകൾ ശ്രദ്ധേയമാകുന്നു. കൂൺ, ചോളം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കളാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. കർഷകന് വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് കൃഷിക്കൊപ്പം കളമശ്ശേരിയിലൂടെ നടപ്പാക്കുന്നത്. ഓഗസ്റ്റ് 26 ആരംഭിച്ച മേളയിലെ പ്രധാന ആകർഷണം ഭക്ഷണ സ്റ്റാളുകൾ തന്നെ. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാളിലാണ് കൂൺ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത്. കൂൺ പായസം, കൂൺ ബിരിയാണി, ഫ്രൈഡ് റൈസ്, മസാല തുടങ്ങിയവയെല്ലാം. നമുക്ക് കൂണിൻ്റെ എല്ലാവർക്കും അറിയില്ലല്ലോ. ഇപ്പം നാച്ചുറലായിട്ട് കിട്ടുന്ന ആൾക്കാർക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു ഇതുണ്ട്. ഇത് വിഷക്കൂണാണോ നല്ല കൂണാണോ എന്ന്. അപ്പം അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആൾക്കാർക്ക്. നമ്മൾ ബാങ്കായിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്താന്നുള്ളൊരു ഇതും കൂടിയാണ്. പാലക്കാട് കരിപ്പോട് ഗ്രാമത്തിലെ ചെറുകിട വ്യവസായികളുടെ കരിപ്പോട് മുറുക്ക് കുറച്ച് വ്യത്യസ്ത ഇനമാണിത്. നമ്മൾ കരിപ്പോട് മുറുക്ക് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എക്സിബിഷൻ സ്റ്റാള് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വരുന്നതും എല്ലാവർക്കും നമ്മുടെ മുറുക്കിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നല്ല ഒന്നാന്തരം ഇഡലി കാണാം. സാധാരണ ഇഡലിയല്ല, രാമശ്ശേരി ഇഡലി. ഭാഗ്യലക്ഷ്മി അമ്മയുടെ രാമശ്ശേരി ഇഡലി സ്റ്റാൾ. മൂന്ന് തരം അരി ഉപയോഗിച്ച് ഒരു കലർപ്പില്ലാതെ അരി ഉഴുന്നും മാത്രമായിട്ട് ആവിയിൽ സ്റ്റീമിൽ വേവിച്ചെടുക്കുന്നതാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നുള്ള 3 പേർ ഒരു സ്റ്റാളുമായി എത്തിയിട്ടുണ്ട്. ദോശയും അട്ടപ്പാടി ചിക്കനുമാണ് സ്റ്റാളിൽ നിന്നും ലഭിക്കുക. രുചിക്കൊപ്പം ആരോഗ്യകരവുമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അട്ടപ്പാടി കിട്ടുന്ന കുറേ പച്ചിലകൾ, കാട്ടുകുരുമുളക്, സാധാ കുരുമുളക്, പച്ചക്കുരുമുളക്, കാന്താരി, പുതിന, മല്ലിച്ചപ്പ്, നമ്മൾ ഇതൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു മസാല ഉണ്ടാക്കും. ഭക്ഷണപ്രിയരായ ഒരുപാട് പേർ അഭിപ്രായങ്ങളുമായി എത്തി. അത്യാവശ്യം നല്ല ഫുഡാണ്. MRAയുടെയും ഹംഗ്രി അവിടുത്തെ നല്ല നല്ല ഫുഡ്സ് ഒക്കെ ഉണ്ട്. കൂൺ പായസം ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ടേസ്റ്റിയാണ്. ഞാൻ ആദ്യമായിട്ട് കൂൺ കഴിക്കുകയാണ്. പക്ഷെ എനിക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു. നല്ല ഫുഡായിരുന്നു. 8 ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷികോത്സവം നാളെ അവസാനിക്കും. സജിൽ ഗുരുവായൂരിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി.